നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 213 213. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാം അധ്യായത്തിലെ 38-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ദേവാ ഊജുഹു നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാദപത്രം യന്മൂലകേതാ യദയോഞ്ജസൂരു സംസാരദുഃഖം ബഹുരുക്ഷിബന്തി. നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാദപത്രം യന്മൂലകേദാഹ്യതയോ ഹഞ്ചസോരു സംസാരദുഃഖം ബഹിരുക്ഷിബന്തി. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അല്ലയോ ദേവ, ആശ്രയിച്ചവരുടെ താപത്തെ ഉപശമിപ്പിക്കുന്ന കുടയ്ക്കു തുല്യമായ മഴ പെയ്യുന്നുണ്ട്. കുടയില്ലെങ്കിൽ കുട നിവർത്താം, കുടയില്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? മഴയ്ക്കും വെയിലിനും ശാന്തി ഉണ്ടാവണത് കുടയുണ്ടാണ്. പക്ഷെ കുട എടുക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കുടേനെ ആശ്രയിക്കണം വെയിലും മഴയും വരുമ്പോൾ. അതേപോലെ ആശ്രയിച്ചവരുടെ താപത്തെ ഉപശമിപ്പിക്കുന്ന കുടയെ ആശ്രയിച്ചാൽ ആ കുട നമ്മൾക്ക് വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ തരും. കുടയ്ക്ക് തുല്യമായ ആ ഒരു എന്താണെന്നാ പറയുക, ഒരു പ്രയോഗം അതിമനോഹരം. നിന്തിരുവടിയുടെ പാദപത്മത്തെ, ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്ന സുഖദുഃഖങ്ങളാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ളതാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. ഏത്? ഭഗവാന്റെ തിരുപാദപത്മങ്ങൾ ഞങ്ങൾ നമസ്കരിക്കുന്നു. കണ്ണട എടുത്തിട്ട് കക്ഷത്ത് വയ്ക്കില്ല, കുട എടുത്ത് കക്ഷത്ത് വയ്ക്കും. കാരണം എന്താ? കേടുവരില്ല. കണ്ണട മൂക്കിലേ വയ്ക്കാൻ പറ്റുള്ളൂ, കുട മൂക്കിൽ വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മഴ പെയ്യണില്ല എന്ന് വിചാരിച്ചിട്ട് കുടയുടെ ഉടമസ്ഥൻ കുടേനെ നിരാകരിക്കുമോ? ഇല്ല. അതേപോലെ ഈശ്വരീയതേനെ നമ്മൾ നിരാകരിക്കരുത്. ഈശ്വരീയനെ നമ്മൾ സദാ വളർത്തിക്കൊണ്ട് വരണം. കാരണം നമ്മൾക്ക് ഏതേത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരിക്ക് സത്യസന്ധമായിട്ട് ആശ്രയിച്ചാൽ ഫലം തരുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ യാതൊന്നിൻ്റെ മൂലത്തെ ആശ്രയിച്ചവരായ ഈശ്വരനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മൂല തത്വമുണ്ട്. എന്താ? ഈശ്വരൻ്റെ വാക്കുകളെ നമ്മൾ മനസ്സാ വാച സ്വീകരിക്കുക. എന്നിട്ട് യോഗികൾ മഹത്തായ സംസാര ദുഃഖത്തെ പ്രയാസം കൂടാതെ പുറത്തേക്ക് ഉപേക്ഷിക്കുന്നു, പുറത്തേക്ക് എറിയുന്നു. കഷ്ടപ്പാടുകൾ വന്നാൽ കഷ്ടപ്പാടുകളെ തിരസ്കരിച്ചും കൊണ്ട് ശാന്ത സ്വഭാവമായിട്ട് ഇരിക്കാൻ സാധിക്കണം. അതിനെങ്ങനെ സാധിക്കുക? എല്ലാറ്റിനും മൂലകാരണമായ ഈശ്വരനോട് പ്രതിപത്തി ഉണ്ടായാൽ മതി. ഈശ്വരനോട് പ്രതിപത്തി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണു. ദേവന്മാരെ ഈശ്വരനോട് പറയണു, അല്ലയോ ദേവ, ശരണം പ്രാപിക്കുന്നവരുടെ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന 3 വിധ ദുഃഖങ്ങളെയും തീർത്ത്. ഏതാണ് ഈ 3 എണ്ണം? ഒന്ന്, സ്വന്തം കർമ്മബലത്തിൽ നിന്നുണ്ടാവുന്ന പോരായ്മകൾ. ഒന്ന്, പ്രകൃതി ദുരന്തങ്ങൾ. ഒന്ന്, ഈശ്വരഹിതത്തിനെതിരായിട്ട് നടക്കുമ്പോഴുണ്ടാവുന്നത്. അതാണ് ഈ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന 3 വിധ ദുഃഖങ്ങളെയും തീർത്തു രക്ഷിക്കുന്ന നിന്തിരുവടിയുടെ പാദപത്മത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു.
അപ്പോൾ പണമുള്ള ഒരാളെ നമസ്കരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അയാൾ കള്ളു കുടിച്ച് ബോധമില്ലാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടാവല്ലോ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. നമ്മൾ ഭഗവാനെ നമസ്കരിച്ചോ ഇല്ല എന്നുള്ളത് എങ്ങനെ ഭഗവാൻ അറിയാം? കാരണം ഭഗവാൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. എന്തിനാണ് ഈ ശരീരത്തിന് ക്ഷേത്രം എന്നൊരു പേര് വന്നത്? ഈശ്വരൻ ഇരിക്കുക കാരണമാണ്. പറമ്പിന് പാടത്തിന് ക്ഷേത്രം എന്ന് പറയും. കാരണം എന്താ? അത് അന്നം ബ്രഹ്മത്തെ വിളയിപ്പിക്കുന്നതാ. അപ്പം മനുഷ്യനെ സഹായിച്ചാൽ മനുഷ്യൻ സഹായിക്കാം, ഡിപ്പെൻഡ് ചെയ്യരുത്. ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്താൽ ഈശ്വരൻ ചതിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ച്യുതിരഹിതൻ എന്നാ, അച്യുതായ നമഃ. അപ്പം അതിനെ ആശ്രയിച്ച് വിവേകികൾ പ്രയാസം കൂടാതെ സംസാര ദുഃഖത്തെ കടക്കുന്നുവല്ലോ. അപ്പോൾ ഈശ്വരനെ ആശ്രയിക്കുന്നവരൊക്കെ വിദ്വാൻമാരും വിവേകികളുമാണ്. വിവേകമില്ലാത്തവരാണ് ഈശ്വരനെ അപ്രീഷിയേറ്റ് ചെയ്യാതെ കണ്ട്, ഈശ്വര ചിന്ത മനസ്സിലില്ലാതെ കണ്ട്, ഈശ്വരനെ ആരാധിക്കാതെ കണ്ട്, ആശ്രയിക്കാതെ കണ്ട് ഇരിക്കുന്നത്. കുട കയ്യിൽ പിടിച്ചവരെ സൂര്യോഷ്ണം ബാധിക്കാത്തതുപോലെ നിന്തിരുവടിയുടെ പാദത്തെ ആശ്രയിച്ചവരെ താപങ്ങൾ ബാധിക്കുന്നില്ല. ആ പാദപത്മത്തെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ താപത്തെ തീർത്ത് രക്ഷിക്കണം എന്ന് സാരം. ഇനി 39 ശ്ലോകം. ഹൃദേ യദസ്മിൻ ഭവ ഈശ ജീവാൽ താപത്രയേണാഭിഹദാന ശർമ്മ ആത്മം ലഭന്തേ ഭഗവസ്ത്രവാഘ്രിച്ഛായാം സവിദ്യാം അത ആശ്രയേമാം. ഹൃദേ യദസ്മിൻ ഭവ ഈശ ജീവാൽ താപത്രയേണാഭിഹദാന ശർമ്മ ആത്മം ലഭന്തേ ഭഗവംസ്തവാഘ്രിച്ഛായാം സവിദ്യാമത ആശ്രയേമ. ഇതാണ് ശ്ലോകം. ഹേ ഈശ്വരാം, ഈ സംസാരത്തിൽ 3 വിധ ദുഃഖത്താൽ 4 ഭാഗത്തും താടിപ്പിക്കപ്പെടുന്ന 3 ദുഃഖങ്ങളുള്ളൂ. പക്ഷെ അത് 4 ഭാഗത്തുനിന്നും നമ്മളെ പീഡിപ്പിക്കണം. ജീവന്മാർ ആത്മാവിലിരിക്കുന്ന സുഖത്തെ യാതൊന്നിനെ ആശ്രയിക്കാതെ പ്രാപിക്കുന്നില്ല. ജീവന്മാരെ ആത്മാവിലിരിക്കുന്ന സുഖത്തെ, ആത്മാവിൽ ഇരിക്കുന്ന സുഖത്തെ. അപ്പോൾ സുഖം എവിടെ ഇരിക്കണത്? ആത്മാവിൽ. കാരണം എന്താ? അത് ജഗദീശ്വരനാണ്, സർവജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അപ്പം സുഖസ്വരൂപനമാണ് നമ്മൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു? സുഖത്തെ തേടണു. മദ്യത്തിലും സ്ത്രീയിലും അല്ലെങ്കിൽ സ്ത്രീ പുരുഷനിലും. അതുകൊണ്ട് കാര്യമില്ല, ദുഃഖം മാത്രമേ ബാക്കിയാവുള്ളൂ. അപ്പോൾ യാതൊന്നിനെ ആശ്രയിക്കാതെ കണ്ട്, തന്നിലിരിക്കുന്ന ചൈതന്യത്തിനെ ആശ്രയിക്കാതെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് വിദ്യയോട് ചേർന്നിരിക്കുന്ന നിന്തിരുവടിയുടെ പാദഛായയെ, വിദ്യയോടുകൂടി ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ വിദ്യയുള്ളവരെ ചന്ത ചെയ്യാൻ നിവൃത്തിയൊന്നുമില്ല, അനുഭവിക്കാൻ നിവൃത്തിയുള്ളൂ. ഹേ ഭഗവൻ, ഞങ്ങൾ ആശ്രയിക്കുന്നു. വിദ്യയോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യത്തിനെ ഞങ്ങൾ ആശ്രയിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഒരു 1.5 ആഖ്യാനാണ് അതിൻ്റെ, നോക്കിക്കോളൂ. ഭഗവത് പാദത്തെ ആശ്രയിക്കുന്ന യോഗികൾ സംസാര ദുഃഖത്തെ കടക്കുന്നുവെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ, അതായത് മുൻ പറഞ്ഞ ശ്ലോകത്തിൽ കാണിച്ചു. അതിനെ ആശ്രയിക്കാത്തവർക്ക് ആത്മാനന്ദം സിദ്ധിക്കയില്ലെന്ന് ഈ ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. ആത്മാനന്ദം സിദ്ധിക്കണവരാർക്കാ? വിവേകികൾക്ക്. കാരണം എന്താ? ഈ ശരീരത്തിൽ ആത്മാവുണ്ടെന്നും ഒരു യൂട്ടേൺ എടുത്താൽ മതി. ഈ നാട്ടിൽ കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് കുമ്പിടേണ്ട ആവശ്യമില്ല. തന്നിലുള്ള ആത്മീയ ചൈതന്യത്തിനെ മനസ്സിലാക്കി ശിഷ്ടാചാരം, ശിക്ഷിച്ചും കൊണ്ടുള്ള ആചാരത്തിൽ നമ്മൾ വ്യാപൃതരായാൽ നമ്മൾ സേഫായി. അപ്പോൾ ആത്മാനന്ദം സിദ്ധിക്കയില്ലെന്ന് ഈ ശ്ലോകം കൊണ്ട് കാണിക്കുന്നു. ഹേ ദേവ, ഈ സംസാരത്തിൽ നിന്തിരുവടിയുടെ പാദപത്മത്തെ ആശ്രയിക്കാത്ത
ജീവന്മാരെ ആധ്യാത്മികാദികളായ 3 വിധ താപങ്ങൾ 4 ഭാഗത്തുകൂടെയും വന്ന് ബാധിച്ച് വല്ലാതെ ഉപദ്രവിക്കുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ച വ്യാസരെ സമ്മതിക്കണം, വേണ്ടേ? എന്നിട്ട് പറയണു, അതുകൊണ്ട് ആത്മാവിലിരിക്കുന്ന പരമാനന്ദം മദ്യത്തിലും മധുരാക്ഷിയിലും അല്ല ആനന്ദം ആനന്ദം അതെവിടെയാണ്? ആത്മാവിലിരിക്കുന്ന പരമാനന്ദം അവർക്ക് അനുഭവിപ്പാൻ സാധിക്കുന്നില്ല. അതിനാൽ ഹേ ഭഗവൻ, സ്വരൂപാനന്ദത്തെ അനുഭവപ്പെടുത്തുന്ന ആത്മജ്ഞാനം, ആത്മാവിനെ പറ്റിയുള്ള അറിവില്ലെങ്കിൽ സ്വരൂപജ്ഞാനം ഉണ്ടാവില്ല. സ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്, ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവിനെയാണ് സ്വരൂപാനന്ദം എന്ന് പറയുന്നത്. അപ്പോൾ യാതൊന്നിൽ നിന്ന് ഭക്തന്മാർക്ക് ലഭിക്കുന്നുവോ നിന്തിരുവടിയുടെ ആ പാദപത്മത്തിൻ്റെ നിഴലിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു. യാതൊന്നിനെ ആശ്രയിക്കുന്നവർക്ക് സുഖം സിദ്ധിക്കുന്നുവെന്ന് കാണിച്ചത് അന്വയം. യാതൊന്നിനെ ആശ്രയിക്കാത്തവർക്ക് ആത്മസുഖമില്ലെന്ന് കാണിച്ച വ്യതിരേകം. ഒന്ന് അന്വയം, ഒന്ന് വ്യതിരേകം. അന്വയം കൊണ്ട് വ്യതിരേകം കൊണ്ടും ഒരു സംഗതി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ ഇളക്കമില്ലെന്നാണ് സിദ്ധിപ്പാനുള്ള ഇളക്കമില്ലെന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. അതാണ് ശാസ്ത്രങ്ങളെ അഭ്യസിക്കണം, ശാസ്ത്ര സിദ്ധാന്തം. അതിനാൽ ഭഗവത് പാദഭജനം തന്നെ ആത്മാനന്ദം. അതിനാൽ ഭഗവത് പാദഭജനം തന്നെ ആത്മാനന്ദം സിദ്ധിപ്പാനുള്ള ഉത്തമ മാർഗം എന്ന് ഉറപ്പിച്ചു. ഇത് പണ്ട് ഉറപ്പിച്ചതാ. പക്ഷേ അതിനെ എടുത്ത് നമ്മൾക്ക് താലോലിച്ചിട്ടില്ലെങ്കിൽ ആ അറിവ് നമ്മൾക്ക് വരില്ല. ആ അറിവ് വരാത്തോടത്തോളം കാലം നമ്മൾ ഇരുട്ടത്ത് തപ്പണ കൂട്ടത്തിലാവും. 40ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. മാർഗന്ധിയത്തെ മുഖപത്മനീഢൈ ഛന്ദസ്സുപർണൈർ ഋഷയോ വിവിക്തേ യസ്യാഘമർഷോദസരിദ്വരായ പദം പദം തീർത്ഥപദം പദപ്രപന്നാം. മാർഗന്ധിയത്തെ മുഖപത്മനീഢൈ ഛന്ദസ്സുപർണൈ ഋഷയോ വിവിക്തേ യസ്യാഘമർഷോദസരിദ്വരായ പദം പദം തീർത്ഥപദ പ്രപന്ന. വളരെ തേനൂറുന്ന ശ്ലോകങ്ങളാണ്. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത് ഋഷികൾ മന്ത്രം കണ്ടുപിടിച്ചവരാണ്. ഋഷികൾ മന്ത്രം കണ്ടുപിടിച്ചവരാണ്. ഏകാന്തത്തിൽ നിന്തിരുവടിയുടെ താമരപ്പൂവിന് തുല്യമായ മുഖമായ വാസസ്ഥാനത്തോടു കൂടിയ വേദമാകുന്ന പക്ഷികളുടെ സഹായത്താൽ, മുഖത്താണ് വായ കൂടെയാണ് ശബ്ദം വരിക തന്നെ. അപ്പോൾ സഹായത്താൽ യാതൊന്നിനെ അന്വേഷിക്കുന്നുവോ പരിശുദ്ധമായ പാദത്തോടു കൂടിയ യാതൊരുവൻ്റെ ചരണം പാപഹരമായ ജലമുള്ള നദികളിൽ ശ്രേഷ്ഠയായതിൻ്റെ ഗംഗയുടെ പദം ഉൽപ്പത്തി സ്ഥാനമോ അത് ശരണം പ്രാപിച്ചവരായിരിക്കുന്നു. ഒരു ടിക്ലിഷ് ഇഷ്യൂ ആണത്. അത് ഭാവാർത്ഥം വരുമ്പോഴേ നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. ഇതും ഒരു 1.5 ആഖ്യാനാണ്. ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കണമെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണ്ടേ? ഡ്രൈവർ ഇപ്പോൾ വണ്ടി വാങ്ങിയാൽ ഹോൺ അടിക്കാൻ മാത്രം പഠിച്ചാൽ മതിയോ? കുട്ടികൾ ചോദിക്കും ഇതിൻ്റെ ഹോൺ എവിടെയാണ്, എന്നിട്ട് അവർ ബ്രന്ന് പറഞ്ഞിട്ട് സ്റ്റീയർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കും. നിന്നത് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും വണ്ടി. അതേപോലെ ആവരുത്. അപ്പോൾ നാരായണീയം പഠിക്കുകയാണെങ്കിലും ജ്ഞാനപ്പാന, അതേപോലെ പല ഗ്രന്ഥങ്ങളും അതിൻ്റെ അർത്ഥതലം മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കണമെങ്കിൽ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അത് അറിയാതിരിക്കുന്ന ഒന്നിനെ ആശ്രയിക്കുന്നത് സാധ്യമല്ല. നമുക്ക് പറ്റണ തയ്യാറാ. ഹിന്ദുക്കൾ, സനാതന ധർമ്മിസ്റ്റുകൾ ഇപ്പോഴും ഭാരതത്തിൽ ധാരാളമുണ്ട്. പക്ഷെ ദുർലഭ ആൾക്കാർക്ക് ഈ ആത്മാനന്ദം അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ.
കാരണം ആത്മാവിനെ അറിയണില്ല. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ക്യൂ നിന്നിട്ട് വഴിപാട് ചെയ്യണതും വിഗ്രഹത്തിനെ കണ്ട് അല്ല ആയി എന്ന് തെറ്റിദ്ധരിക്കുന്നതും. അവിടെയാണ് തെറ്റുപറ്റണത്. അപ്പോൾ അതിനാൽ ഭഗവത് പാദത്തെക്കുറിച്ച് ആർ ഏതുവിധം അറിഞ്ഞു എന്ന സംഗതിയെ ഇവിടെ പറയുന്നു. ജനബാധയില്ലാത്ത ശുദ്ധസ്ഥാനത്തിലിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കി ധ്യാനത്തിലിരുന്ന് മന്ത്രങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്ന ഋഷികൾ നിന്തിരുവടിയുടെ മുഖമാകുന്ന താമരപ്പൂവിനെ വാസസ്ഥാനമായി സ്വീകരിക്കുന്ന വേദങ്ങളാകുന്ന പക്ഷികളുടെ സഹായത്തെ അവലംബിച്ചുകൊണ്ട് യാതൊരു പാദപത്മത്തെ അന്വേഷിച്ചു അറിയുകയും ചെയ്തു. പരിശുദ്ധമായ യാതൊരു പദത്തിൽ നിന്ന് 3.5 കോടി തീർത്ഥ ജലാശയങ്ങളിൽ വെച്ച ഉത്കൃഷ്ടമായിരിക്കുന്ന ഗംഗാനദി ഉത്ഭവിച്ചിരിക്കുന്നുവോ. സാക്ഷാൽ ശ്രീഹരിയുടെ പാദകമലത്തിൽ നിന്നാണ് ഗംഗ ഉത്ഭവിച്ചിട്ടുള്ളത്. ആ പരിശുദ്ധമായ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിച്ചിരിക്കുന്നു. പരിശുദ്ധമാവണം. വേദത്തെ പക്ഷിയായിട്ടും ഭഗവാന്റെ മുഖത്തെ വാസസ്ഥാനമായിട്ടും കൽപ്പിച്ചതിൻ്റെ ആവശ്യം എന്തെന്നാൽ, പക്ഷികൾ സാധാരണയായിട്ട് ഓരോ കൂടുകളിൽ വസിക്കും. അതിൽ നിന്ന് ആഹാരാദികളെ അന്വേഷിപ്പാൻ പുറത്ത് പല ദിക്കിലും സഞ്ചരിക്കും. വീണ്ടും കൂട്ടിൽ തന്നെ ചെന്ന് വസിക്കും. ഇതുപോലെ വേദങ്ങൾ ഭഗവാന്റെ മുഖത്തിൽ നിശ്വാസരൂപേണ വസിക്കുന്നു. കർമ്മം, ഭക്തി, ജ്ഞാനം എന്നീ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നു. വീണ്ടും ഭഗവാന്റെ മുഖത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. പക്ഷികൾ സഞ്ചരിക്കുന്ന മാർഗം അനുസരിച്ച് പിന്നാലെ ചെന്നാൽ അവയുടെ വാസസ്ഥാനമായ കൂട് കണ്ടുപിടിക്കാം. അതുപോലെ വേദങ്ങളുടെ അർത്ഥത്തെ ചിന്ത ചെയ്തിട്ട് ഭഗവാനെ അറിയാമെന്ന് കാണിപ്പാനാണ് മുഖത്തെ കൂടായിട്ടും വേദങ്ങളെ പക്ഷികളായിട്ടും കൽപ്പിച്ച് വർണ്ണിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇനി 41-ാമത്തെ ശ്ലോകം. യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംവൃജ്യമാന ഹൃദയേ അവധാര്യാം ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേ അംഘ്രിസരോജപീഠം. വളരെ ഗൗരവമുള്ള ഒരു ശ്ലോകം. യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്ത്യാ സംവൃജ്യമാനേ ഹൃദയേ അവധാര്യ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേ അംഘ്രിസരോജപീഠം. ഇതിൻ്റെ വാക്കാർത്ഥം, ശ്രദ്ധയാലും ശ്രവണത്തിൽ നിന്ന് ജനിച്ചതായ ഭക്തിയാൽ. ഭക്തി ജനിക്കുന്നത് എവിടുന്ന? സത്സംഗത്തിലെ ശ്രവണത്തിൽ നിന്ന്. ശ്രവണത്തിൽ നിന്ന് ജനിച്ചതായ ഭക്തിയാൽ നന്നായി പരിശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തിൽ ധീരന്മാർ യാതൊന്നിനെ വൈരാഗ്യം നിമിത്തം ദൃഢീഭൂതമായ പരമാത്മാവിനെക്കുറിച്ചുണ്ടാകുന്ന അനുഭവരൂപമായ അറിവുള്ളവരായിരിക്കുന്നുവോ തേ നിന്തിരുവടിയുടെ ആ പാദകമലത്തെ ഞങ്ങൾ പ്രാപിക്കുന്നു എന്നാണ് അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം. ശ്രദ്ധയോടുകൂടെ ചെയ്തതായ കഥാശ്രവണത്തിൽ നിന്നുണ്ടായ ഭക്തിയാൽ കാമാദിദോഷങ്ങൾ നശിച്ച് പരിശുദ്ധമായി നിശ്ചലമായി ഭവിച്ച ഹൃദയത്തിൽ ആണ് ആരെ ധ്യാനിക്കേണ്ടത്? ഭഗവാനെ, ശ്രീഹരിയനെ. എന്തിനാ നിശ്ചലാവണത്? അല്ലെങ്കിൽ ഏടാകൂടങ്ങൾ വന്ന് കയറും, അതാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി വിചാരിച്ചാൽ അവന് നേടാൻ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് ഈശ്വര,
വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്തേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശാം സ്മൃതം പ്രയശ്ചത്യഭയം സ്വപുംസാം. എന്താണ് പറയാം? ഈശ്വര ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടിയിട്ട് അവതാരത്തെ സ്വീകരിക്കുന്ന നിന്തിരുവടിയുടെ പാദപത്മം സ്മരിക്കപ്പെട്ടതായിട്ട്, അതായത് ധ്യാനനിരതരായിട്ട് ഓർമ്മിപ്പിക്കപ്പെട്ട് തൻ്റെ ഭക്തന്മാർക്ക് ഭയരഹിത സ്ഥാനത്തെ നൽകുന്നുവോ? സർവേ വയം, സർവന്മാരായ ഞങ്ങൾ അതിനെ ശരണം പ്രാപിക്കണം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ഭഗവാന്റെ പാദപത്മം പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ നൽകുന്നുവെങ്കിലും ജ്ഞാനമാർഗത്താൽ ആ പാദപത്മത്തെ അറിയുന്ന സൂകരമല്ലാത്തതിനാൽ ഞങ്ങൾ അതിനെ ശരണം പ്രാപിക്കുന്നു എന്നുള്ള അഭിപ്രായത്തോടുകൂടെ ഭക്തിമാർഗത്തെ പ്രസ്താവിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, അല്ലയോ ഈശ്വര, കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സകല ലോകത്തെയും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായ ലീലകളെ നടത്തുവാൻ വേണ്ടി അതാത് രൂപത്തെ സ്വീകരിച്ചിരിക്കുന്ന നിന്തിരുവടിയുടെ യാതൊരു പാദപത്മം സ്മരിക്കപ്പെടാതായിട്ട് അങ്ങയുടെ ഭക്തന്മാരുടെ ജന്മാദി സകല ക്ലേശങ്ങളെയും തീർത്ത് ഭയരഹിത സ്ഥാനമായ പരമാത്മസ്വരൂപത്തെ അനുഭവപ്പെടുത്തി കൊടുക്കുന്നുവോ? ഞങ്ങൾ ആ പാദപത്മത്തെ ശരണം പ്രാപിക്കുന്നു. അവിടെ നിർത്താം. അതായത് ആരോഗ്യം ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഒന്നും കൂടി നോർമലാവാണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഏവർക്കും നമസ്കാരം. നാളെ കാണാം.